വെൽക്കം ടു എ ഡേ ഇൻ മൈ ലൈഫ് ഓഫ് എ ബാംഗ്ലൂരു മലയാളി. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ നല്ല ചൂട് ഇഡലിയും സാമ്പാറും കഴിക്കാനൊരു മോഹം. അപ്പം തന്നെ ഞങ്ങൾ നേരെ കല്യാണനഗറിലുള്ള ഫിൽറ്റർ കോഫിയിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. രാവിലെ ഒരു 10 മണിയായപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. പക്ഷേ ട്രാഫിക് നമ്മളെ ചതിച്ചു. അങ്ങനെ നമ്മൾ ഫിൽറ്റർ കോഫിയിലെത്തി നമ്മുടെ ഇഡ്ഡലി ഓർഡർ ചെയ്തു. നല്ല സ്റ്റീമിങ് ഇഡ്ഡലി തന്നെ കിട്ടി കേട്ടോ. പിന്നെ അവരുടെ സാമ്പാർ അടിപൊളിയാണ് കേട്ടോ, നല്ല കേരള സാമ്പാർ പോലെ തന്നെയാണ്. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയപ്പോഴാണ് ഫ്രണ്ടിൽ കുറച്ച് പേരയ്ക്കയും ചാമ്പയ്ക്കൊക്കെ വിൽക്കുന്നുണ്ട്. നമ്മളതും വാങ്ങി. പിന്നെ അടുത്തത് നേരെ ഷോപ്പിങ്ങിനായിട്ട് സ്റ്റുഡിയോയിലോട്ട് പോയി. സ്റ്റുഡിയോ ചെന്നപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടതൊന്നും അങ്ങനെ കിട്ടിയില്ല. നേരെ തന്നെ ഞങ്ങൾ അടുത്തുള്ള പാൻറ്റലൂൺസിൻ്റെ ഷോപ്പിലേക്ക് കയറി. അവിടെയാണെങ്കിൽ നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു. അവരുടെ സെലക്റ്റഡ് ബ്രാൻഡുകൾക്ക് 40%, 50%, ബൈ 1 get 1 എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഇഷ്ടപ്പെട്ടതൊന്നും അവിടെ നിന്ന് കിട്ടിയില്ല. പിന്നെ കുറച്ച് ജിം വെയർസൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. അവിടെയും വലിയ കാര്യമായിട്ടുള്ള സെലക്ഷനൊന്നും ഉണ്ടായിരുന്നില്ല. എന്താണെന്നറിയില്ല, ക്ലിയറൻസ് സെയിൽ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അവർക്ക് അധികം കളക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ തപ്പി ഒരുപാട് ടൈം എടുത്തിട്ടാണ് നമുക്കിഷ്ടപ്പെട്ട 1-2 പീസ് കിട്ടിയത്. അടുത്തതായിട്ട് എൻ്റെ കണ്ടുപോയത് അവരുടെ ബാഗ്സിലോട്ടാണ്. ഒരുപാട് നല്ല ബാഗ്സ് ഉണ്ട്. പക്ഷേ എപ്പോൾ വന്നാലും ഈ സെയിം ബാഗ്സൊക്കെ തന്നെയാണ് ഞാൻ കാണാറ്. പക്ഷേ എന്തോ എനിക്കിതൊക്കെ എടുത്തു നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ ബില്ലൊക്കെ ചെയ്തു. കുറച്ച് ഓൾട്രേഷൻ ഉണ്ടായിരുന്നു, അതിന് കൊടുത്തു. പിന്നെ നേരെ തന്നെ അടുത്തുള്ള തലപ്പാക്കട്ടിയിലോട്ട് നടന്നു. ഓൺലൈനായിട്ട് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യാറുണ്ടെങ്കിലും അവരുടെ ഡയറക്റ്റ് ഔട്ട്ലെറ്റിൽ പോയിട്ട് ഇതുവരെ കഴിച്ചിട്ടില്ല. ഓൾട്രേഷൻസ് കഴിയുമ്പോൾ ഒരു 2:30 ആവും എന്നാണ് ടൈലർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു 2:30 ആകുമ്പോഴേക്കും അവിടെ എത്താമെന്ന്. അവിടെ ചെന്നിട്ട് നമ്മൾ മെനു ഒക്കെ വായിച്ചു നോക്കി. അത്യാവശ്യം റേറ്റ് ഉണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റായി കഴിച്ചതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അങ്ങനെ തീരെ വിശക്കുന്നുണ്ടായിരുന്നില്ല. എന്നാലും ലഞ്ച് കറക്റ്റ് ടൈമിൽ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ കൊത്തു പൊറോട്ടയും ഗുണ്ടൂർ ചിക്കൻ ഫ്രൈ ആണ് ഓർഡർ ചെയ്തത്. പിന്നെ ഒരു ലെമൺ ജ്യൂസ് കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓവറോൾ ബില്ല് വന്നപ്പോൾ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ഞെട്ടി. ഒരു 740 റുപ്പീസ്. പിന്നെ കഴിച്ച ഫുഡിൻ്റെ ടേസ്റ്റും അവരുടെ ഹോസ്പിറ്റാലിറ്റിയും നല്ലതായതുകൊണ്ട് ഞങ്ങളതങ്ങ് ക്ഷമിക്കുകയല്ല, ഞങ്ങൾ അതും പറഞ്ഞ് ആശ്വസിച്ചു. കൊത്തുപൊറോട്ടയുടെ കൂടെ അവർ നമുക്കൊരു സാലഡൂടെ തരും, സവാളയൊക്കെ ഇട്ടിട്ടുള്ളത്. അത് കൂട്ടി കഴിക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. എന്തായാലും ലേറ്റായി. അപ്പം നമ്മൾ വിചാരിച്ചു കാർ വാഷ് ചെയ്തിട്ട് വീട്ടിലേക്ക് പോകാമെന്ന്. 2 ദിവസമായിട്ട് മഴ നനഞ്ഞതുകൊണ്ട് തന്നെ ഒരുപാട് അഴുക്കുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കാർ വാഷ് ചെയ്തു. ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ടായിരുന്നു. നേരെ തന്നെ വീട്ടിലേക്ക് പോയി.